കാസർകോട്ടെ ദേശീയപാതയിൽ ഇപ്പോൾ നിർമ്മാണത്തിലെ അപാകതകളെക്കാൾ അതോടൊപ്പം തന്നെ പ്രതിസന്ധിയായി മാറുന്നത് വാഹന അപകടങ്ങൾ കൂടിയാണ്. എന്താകും ഈ അപകടങ്ങൾക്ക് കാരണം? മാതൃഭൂമി ന്യൂസ് സംഘം അന്വേഷിക്കുകയാണ്. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ദേശീയപാത 66ന്റെ ആദ്യ റീച്ച് പൊതുജനങ്ങൾക്കായി തുറന്നു നൽകി. എന്നാൽ അന്ന് തൊട്ട് ഇന്നുവരെ കുമ്പള മുതൽ തലപ്പാടി വരെയുള്ള ജനത ഓരോ രാത്രികളിലും കാണുന്നത് ചോര പുരണ്ട നിരത്താണ്. കാസർഗോഡ് ജില്ലയിലെ തന്നെ അടുത്ത കാലത്തായി ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടന്നത് ദേശീയപാതയിലെ കുമ്പള മുതൽ തലപ്പാടി വരെയുള്ള ഭാഗത്താണ്. അതിൽ ബഹുഭൂരിപക്ഷം അപകടങ്ങൾ ഉണ്ടായതും രാത്രികാലങ്ങളിൽ. ദേശീയപാതയിലൂടെയുള്ള യാത്ര സുഗമമായതോടെ സർക്കാർ വാഹനങ്ങൾ പോലും ഈ പാതയിലൂടെ ചീറിപ്പാഞ്ഞോടി തുടങ്ങി. അതിന് വിലയായി നൽകേണ്ടി വന്നത് 6 സാധാരണക്കാരുടെ ജീവൻ. കാറുകളും ബൈക്കുകളും കൂട്ടിയിടിച്ച് അപകടങ്ങൾ ഉണ്ടാകുന്നതും പതിവാണ്. ദേശീയപാതയുടെ ഘടന മനസ്സിലാകാതെ വാഹനമോടിച്ചാണ് പലരും അപകടങ്ങളിൽപ്പെടുന്നത്. കർണാടകയിൽ നിന്നുള്ള യാത്രക്കാർക്കും ഇവിടെയുണ്ടായ അപകടങ്ങളിൽ ജീവൻ നഷ്ടമായി. കാസർഗോഡ് ദേശീയപാതയിലുണ്ടായ വാഹനാപകടങ്ങളിൽ ഭൂരിഭാഗത്തിനും കാരണം യാത്രക്കാരുടെ അശ്രദ്ധ തന്നെയാണ്. നമ്മുടെ നാട്ടുകാരിൽ ചിലർ യാതൊരു തരത്തിലുള്ള ഗതാഗത നിയമങ്ങളും പാലിക്കുന്നില്ല. പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥർക്കാർക്കും ഇവിടെ സാങ്കേതിക പ്രശ്നങ്ങൾ കണ്ടെത്താനായില്ല. കൃത്യമായ സൂചനാ ബോർഡുകളും ഇവിടെ ദേശീയപാത അതോറിറ്റി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അതൊന്നും കണ്ട ഭാവം നടിക്കാതെയാണ് പലരുടെയും സഞ്ചാരം. ഗതാഗത നിയമങ്ങൾ അത് കൃത്യമായി പാലിക്കേണ്ടതാണ്, പാലിക്കപ്പെടേണ്ടതാണ്. എന്നാൽ നമ്മളിൽ ചിലരുടെ അശ്രദ്ധ മൂലം ഇല്ലാതായി പോകുന്നത് എത്രയോ കുടുംബങ്ങളുടെ സന്തോഷകരമായ നിമിഷങ്ങളാണ്. ഷാജു ചന്തപ്പുരയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.